വടക്കോട്ട് പോകുക, എന്നിട്ട് ഇടത്തോട്ട് തിരിയുക. നമ്മളെല്ലാവരും ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യാറുണ്ട്. ഗൂഗിൾ മാപ്പിൽ കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ പല ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടും പലർക്കും അറിയില്ല. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഗൂഗിൾ മാപ്സിൽ വരുന്ന ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടാണ്. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ സാധാരണ ഏതെങ്കിലും അറിയാത്ത സ്ഥലത്തൊക്കെ പോയി പെടുകയാണെന്നുണ്ടെങ്കിൽ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷനൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് എങ്ങോട്ടാണോ പോകേണ്ടത് അങ്ങോട്ട് പോകും. പക്ഷേ നമുക്കറിയാവുന്നൊരു കാര്യമാണ്, ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നെറ്റിൻ്റെ ആവശ്യമുണ്ട്. പക്ഷേ ഗൂഗിൾ മാപ്പിൽ നമുക്ക് നെറ്റ് ഇല്ലാതെയും സ്ഥലങ്ങൾ സെർച്ച് ചെയ്യാൻ കഴിയും. അതിനൊരു ട്രിക്ക് ഉണ്ട്. അതിന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ മുകളിൽ ഈ ഒരു പ്രൊഫൈൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ താഴെ ഓഫ്ലൈൻ മാപ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഓഫ്ലൈൻ മാപ്പ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് സെലക്ട് യുവർ ഓൺ മാപ്പ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഏത് സ്ഥലമാണോ വേണ്ടത് ആ ഒരു സ്ഥലം ആദ്യം തന്നെ ഡൗൺലോഡ് ചെയ്ത് വെക്കണം. ഇത് ചെയ്യുമ്പം നെറ്റ് വേണം. അത് കഴിഞ്ഞിട്ട് പിന്നെ നെറ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എത്ര സ്ഥലമാണോ നമുക്ക് വേണ്ടത് ആ ഒരു സ്ഥലം നമ്മൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് അത് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അത് ഡൗൺലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു സ്ഥലത്തുള്ള സ്ഥലങ്ങൾ സെർച്ച് ചെയ്യാൻ നെറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അതിന് എത്ര ഓട്ടോ ചാർജ് ആവും, അല്ലെങ്കിൽ ക്യാബിന് എത്ര ചാർജ് ആവും, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഗൂഗിൾ മാപ്പിൽ തന്നെ നോക്കിയിട്ട് മനസ്സിലാക്കാൻ കഴിയും. അതിന് ചെയ്യേണ്ടതെന്നാണെന്ന് വെച്ചാൽ മുകളിൽ സെർച്ചിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എങ്ങോട്ടാണോ പോകേണ്ടത് ആ ഒരു സ്ഥലം സെർച്ച് ചെയ്യുക. എന്നിട്ട് ഡയറക്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഡയറക്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെ വരും. ഇങ്ങനെ വന്നാൽ ഇവിടെ ലാസ്റ്റ് ഒരു ബട്ടൺ ഉണ്ടാവും. ഇവിടെ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇവിടെ താഴെ നമുക്ക് നോക്കിയാൽ കാണാം ഓട്ടോറിക്ഷയ്ക്ക് എത്ര ചാർജ് ആവും എന്നുള്ളത്. ഇതിൽ കാണിക്കുന്നത് 140 to 170 അതുപോലെ തന്നെ ഇവിടെ ഒല സർവീസ് ഉണ്ട്. ആ ഒരു കാര്യങ്ങളും ഇവിടെ കാണിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് എത്ര പൈസ ആവും എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കാം. പിന്നെ ഗൂഗിൾ മാപ്പിൽ ഏതെങ്കിലുമൊക്കെ സ്ഥലം നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സ്ഥലത്തിൻ്റെ പേര് തെറ്റായിട്ടൊക്കെ കൊടുത്തതെന്നുണ്ടെങ്കിൽ നമുക്കത് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ഇവിടെ താഴെ കോൺട്രിബ്യൂട്ട് എന്നുള്ള ഒരു ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാപ്പ് എഡിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സ്ഥലം ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു സ്ഥലത്തിനെ പറ്റിയിട്ടുള്ള റിവ്യൂ ഒക്കെ നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഹോട്ടലിനെ പറ്റിയിട്ടുള്ള റിവ്യൂ ഒക്കെ ഇവിടെ കൊടുക്കാം. അതുപോലെ തന്നെ ഒരു സ്ഥലത്തിൻ്റെ ഫോട്ടോ കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മളിങ്ങനെ കുറേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗൂഗിൾ നമുക്ക് റിവാർഡും കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും. ചിലപ്പം വീട്ടിലോട്ട് എന്തെങ്കിലും പ്രോഡക്റ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അയച്ചു തരാറുണ്ട്. പിന്നെ സാധാരണ നമ്മൾ വാട്സപ്പിലൊക്കെ ലൊക്കേഷൻ ഷെയർ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഗൂഗിൾ മാപ്പിൽ നമുക്ക് ലൊക്കേഷൻ ഷെയർ ചെയ്യാൻ കഴിയും. അതിന് ചെയ്യേണ്ടതെന്താണെന്ന് വെച്ചാൽ മുകളിൽ ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ലൊക്കേഷൻ ഷെയറിംഗ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്താൽ ഷെയർ ലൊക്കേഷൻ എന്നുള്ള ഫീച്ചർ കാണാൻ കഴിയും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഏത് ആപ്പ് വഴി വേണമെങ്കിലും ലൊക്കേഷൻ ഷെയർ ചെയ്യാവുന്നതാണ്. പിന്നെ ചിലപ്പോൾ നമ്മൾ നല്ല ബിസി ആയിട്ടുള്ള സ്ഥലത്തോട്ടൊക്കെ പോകുമ്പം നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലം കണ്ടുപിടിക്കാൻ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പാർക്കിംഗ് ലൊക്കേഷൻ എന്നുള്ള ഫീച്ചർ യൂസ് ചെയ്യാവുന്നതാണ്. അതിന് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യം നമ്മുടെ ലൊക്കേഷൻ എവിടെയെന്ന് വെച്ചാൽ അത് സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ സേവ് യുവർ പാർക്കിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്താൽ നമ്മൾ പാർക്ക് ചെയ്ത സ്ഥലം അവിടെ മാർക്കായിട്ട് വരും. പിന്നെ സാധാരണ ഗൂഗിൾ മാപ്പിൽ ഇംഗ്ലീഷിനാണ് പറയാറ്. ടേൺ റൈറ്റ്, ടേൺ ലെഫ്റ്റ് അങ്ങനെയൊക്കെയാണ് പറയാറ്. ഗൂഗിൾ മാപ്പിൽ നമുക്ക് മലയാളം സെറ്റ് ചെയ്തേക്കാം. അതിന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ മുകളിൽ ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സിലോട്ട് പോവുക. സെറ്റിങ്സിലോട്ട് പോയിട്ട് താഴത്തോട്ട് എടുത്താൽ നമുക്ക് നാവിഗേഷൻ സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻ കാണാം. അതിൽ വോയിസ് സെലക്ഷൻ എന്നുള്ള ഫീച്ചർ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് പല ഭാഷകളും കാണാൻ പറ്റും. അതിൽ മലയാളം ഉണ്ട്. മലയാളം ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മളൊരു സ്ഥലം സെർച്ച് ചെയ്യുകയാണ്. വടക്കോട്ട് പോകുക, എന്നിട്ട് ഇടത്തോട്ട് തിരിയുക. ഇപ്പോൾ എൻ്റെ ഫോണിൽ മലയാളത്തിലാണ് പറയുന്നത്. പിന്നെ ഇൻകോഗ്നിറ്റോ മോഡിനെ പറ്റിയിട്ട് പലർക്കും അറിയുന്നതായിരിക്കും. സാധാരണ ബ്രൗസിങ് ഹിസ്റ്ററിയും കാര്യങ്ങളൊന്നും റെക്കോർഡ് ചെയ്യേണ്ടെന്നുണ്ടെങ്കിലാണ് നമ്മൾ ഇൻകോഗ്നിറ്റോ മോഡ് യൂസ് ചെയ്യാറ്. സാധാരണ ഇത് ബ്രൗസറിലാണ് യൂസ് ചെയ്യാറ്. പക്ഷേ ബ്രൗസറിൽ മാത്രമല്ല ഗൂഗിൾ മാപ്സിലും ഇൻകോഗ്നിറ്റോ മോഡ് വരുന്നുണ്ട്. അതെങ്ങനെ യൂസ് ചെയ്യുകയെന്ന് വെച്ചാൽ മുകളിൽ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ ടേൺ ഓൺ ഇൻകോഗ്നിറ്റോ മോഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇൻകോഗ്നിറ്റോ മോഡ് ഓൺ ആവുന്നതായിരിക്കും. ഇങ്ങനെ ഓൺ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തെങ്കിലും സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഈ ഒരു ഹിസ്റ്ററിയിലും കാര്യങ്ങളൊന്നും റെക്കോർഡാവില്ല. അങ്ങനെ എന്തെങ്കിലും സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മോഡ് ഓൺ ആക്കാവുന്നതാണ്. പിന്നെ പലർക്കും അറിയുന്ന ഒരു കാര്യമാണ്, നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഗൂഗിൾ മാപ്പിൽ നമ്മൾ ഏത് സ്പീഡിലാണ് പോകുന്നതെന്നുള്ള കാര്യം കാണിക്കും. ഇനി അത് കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് എങ്ങനെ എനേബിൾ ചെയ്യുമെന്ന് വെച്ചാൽ മുകളിൽ ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സെറ്റിങ്സിലോട്ട് പോവുക. സെറ്റിങ്സിലോട്ട് പോയിട്ട് നാവിഗേഷൻ സെറ്റിങ്സ് എടുക്കുക. നാവിഗേഷൻ സെറ്റിങ്സ് എടുത്ത് താഴത്തോട്ട് വന്നാൽ
അതിൽ സ്പീഡോമീറ്റർ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും, അത് ഓൺ ആക്കിയാൽ മതി. അപ്പോൾ നമ്മൾ ഏത് സ്പീഡിലാണോ പോകുന്നത് ആ ഒരു കാര്യം ഇതിൽ കാണിക്കും. പിന്നെ നമ്മൾ ഗൂഗിൾ മാപ്പ് ഓൺ ആക്കിയിട്ട് ഒരു സ്ഥലത്തോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ കോൾ വന്നാൽ ഗൂഗിൾ മാപ്പിൽ എങ്ങോട്ടാണ് തിരിയേണ്ടത് ആ ഒരു കാര്യങ്ങളൊക്കെ പറയും. അത് ഓഫ് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫ് ആക്കാവുന്നതാണ്. അതിന് ചെയ്യേണ്ടത് മുകളിൽ ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് സെറ്റിങ്സിലോട്ട് പോവുക. സെറ്റിങ്സിലോട്ട് പോയിട്ട് നാവിഗേഷൻ സെറ്റിങ്സ് സെലക്ട് ചെയ്യുക. നാവിഗേഷൻ സെറ്റിങ്സ് സെലക്ട് ചെയ്താൽ ഇവിടെ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് കാണാം. പ്ലേ വോയിസ് ഡ്യൂറിങ് ഫോൺ കോൾസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ഓണാക്കി വെച്ചാൽ നമ്മൾ കോൾ ചെയ്യുന്ന സമയത്തും എങ്ങോട്ടാണ് തിരിയേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ പറയും. അത് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഗൂഗിൾ മാപ്പിൻ്റെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില ഫീച്ചേഴ്സ്. ഇതിൽ നിങ്ങൾക്ക് ഏതൊക്കെ ഫീച്ചേഴ്സ് അറിയായിരുന്നു എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ ഞാൻ ഏതെങ്കിലും ഫീച്ചേഴ്സ് വിട്ടുപോയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.